സ്കിൽനെസ് ട്രെയിനർ. ഹായ്, ഞാൻ സാബിറ, സ്കിൽനെസ് ട്രെയിനർ. ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ടീനേജേഴ്സ്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടീനേജേഴ്സ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ എല്ലാരും സുഖമായിരിക്കണോ വിചാരിക്കണു. പിന്നെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം. അച്ചടക്കം എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനൊക്കെ കരുതിയിരുന്നത് നമ്മളിങ്ങനെ ചെറുപ്പത്തിലൊക്കെ സ്കൂളില് ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം, കൈയൊക്കെ കെട്ടി നടക്കണ രീതിയാണ് അച്ചടക്കം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പഠിച്ചപ്പോഴാണ് അച്ചടക്കം എന്ന് പറയുന്നത് അത്തരത്തിലൊരു അടക്കി ഭരിക്കലല്ല, ഒരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വഴിതെളിക്കുക എന്നുള്ളതാണ് അച്ചടക്കത്തിന്റെ മെയിൻ ഉദ്ദേശം. അച്ചടക്കമുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ചെറിയൊരു കഥയിലൂടെ ഞാൻ തുടങ്ങാം. 2 അയൽവാസികളുണ്ട്. ഒരാൾ റിട്ടയർഡ് ടീച്ചറാണ്, മറ്റൊരാൾ ഇൻഷുറൻസ് ഏജന്റ് ആണ്. 2 ആളെ വീട്ടിലും നല്ലൊരു പൂന്തോട്ടമുണ്ട്. അവിടെ അവര് നന്നായിട്ട് ആ പൂക്കളെയും ചെടികളെയും നന്നായിട്ട് പരിപാലിക്കും. നമ്മുടെ റിട്ടയർഡ് ടീച്ചർ കുറച്ച് വെള്ളം കൊടുത്ത് അതിനെ വേണ്ട പോലെ കെയർ ചെയ്യും. പക്ഷെ നമ്മുടെ ഇൻഷുറൻസ് ഏജന്റ് എന്ത് ചെയ്യുന്ന അറിയോ? ഒരുപാട് വെള്ളം കൊടുത്ത് എപ്പോഴും അതിനെ കെയർ ചെയ്തുകൊണ്ടാണ് അതിനെ പരിപാലിക്കാറ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടീച്ചറുടെ പൂന്തോട്ടം കാണാന് ഭംഗിയുണ്ട്, പക്ഷെ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഭംഗിയുണ്ട്, കാണാൻ രസമുണ്ട്. പക്ഷെ ഇൻഷുറൻസ് ഏജന്റ് ഒരുപാട് വെള്ളമൊക്കെ കൊടുത്തല്ലേ, അപ്പൊ നല്ല ഗ്രീനറി ഇഫക്റ്റ് ആണ്, നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ തന്നെ വല്ലാത്തൊരു അട്രാക്ഷൻ ആണ് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം നല്ല ഒരു രാത്രി, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ട് നല്ല അറ്റ്മോസ്ഫിയർ തന്നെ ആകെ മാറി, ആകെ അലങ്കോലായി. രാവിലെ ആയപ്പോ ടീച്ചർ ഗാർഡനിൽ വന്നു, ഏജന്റ് ഗാർഡനിൽ വന്നു നോക്കിയപ്പോ ടീച്ചറുടെ പൂന്തോട്ടം കാണാന് അതുപോലെ തന്നെ ഉണ്ട്, വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല, നോർമൽ ആയിട്ട് ഇരിക്കണം. പക്ഷെ ഏജന്റിന്റെ പൂന്തോട്ടത്തില് പല ചെടികളും കടപുഴകിയിട്ട് അല്ലെങ്കിൽ പറിച്ച് ഇട്ട പോലെ വീണ് കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് നന്നായിട്ട് ആ മഴയുടെ എഫക്റ്റ് താങ്ങാൻ പറ്റിയില്ല. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറയാം. കാരണം നമ്മൾ ഒരുപാട്, അതായത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കുക, അവരും കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല, എന്നിട്ട് പോലും അവർ നമ്മൾ അനുസരിക്കണില്ല എന്നൊരു അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാറ്. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ഒരുപാട് വളം അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ആ ചെടിക്ക് നിലനിൽക്കാൻ അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അവിടെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ ടീച്ചർ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം, ബാക്കി ഭാഗത്തേക്ക് വെള്ളത്തിനെ തേടി എന്ത് ചെയ്തു? വേരുകൾ ഇങ്ങനെ ഓടി നടന്നു. അത് കാരണം എത്ര കാറ്റും മഴയും വന്നപ്പോഴും അവർക്ക് ആ വേരുകൊണ്ട് അവരെ പിടിച്ചു നിർത്താൻ സാധിച്ചു. ഇതാണ് നമ്മുടെ മക്കളിൽ കൊടുക്കേണ്ട നമ്മുടെ അച്ചടക്കം. പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, അവരെ പ്രശംസയിലൂടെയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, അത് ചെയ്താലുള്ള ബുദ്ധിമുട്ട് എന്താണ്, പിന്നെ നമ്മുടെ കൂടുതലുള്ള അവരോടുള്ള പെരുമാറ്റം, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലുത്. നന്നായിട്ട് അവരോട് ഇടപഴകി സംസാരിക്കുക, അവരുടെ എല്ലാ ബുദ്ധിമുട്ടിനെയും, എന്തൊക്കെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടോ അതിനൊക്കെ നമ്മൾ പാരൻസ് ആണ് കൂടുതൽ കെയർ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും. അവിടെ നമ്മൾ അവരിൽ തോറ്റു കൊടുക്കാതിരിക്കുക. നല്ല നല്ല ഇൻഫോർമേഷൻസ്, അതായത് ഇപ്പോ അവർക്ക് കുറച്ച് നേരം വൈകി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അപ്പൊ പറയാ ഇത്ര സമയത്തിനുള്ളിൽ നീ വരികയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ആ കുട്ടി എന്തായാലും നേരത്തെ വരും. ഒരു ചീത്ത പറഞ്ഞോണ്ടോ അടിച്ചോണ്ടോ ഒന്നും നമുക്ക് അച്ചടക്കം നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ നേതൃത്വം നയിക്കുക. അങ്ങനെ
ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ചെയ്യണ കാര്യങ്ങള് റെസ്പോൺസിബിലിറ്റി അവരെ കൊണ്ട്, കുഞ്ഞു കുട്ടികളാണ്, ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികളാകുമ്പോ തന്നെ അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കൂടുതലാണ്. പിന്നെ നമ്മളാണ് വീട്ടിലാണെങ്കിലും നമുക്ക് ഭാര്യമാർക്ക് ചെയ്യേണ്ടതും ഭർത്താക്കന്മാർക്ക് ചെയ്യേണ്ടതും മക്കൾക്ക് ചെയ്യേണ്ടതായ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ടെൻഷനും സ്ട്രെസ്സും കൂടും. പക്ഷെ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് കൃത്യമായി ചെയ്തു കൊടുക്കുക. ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. നമുക്ക് മറ്റുള്ളവരെ ചിലപ്പോൾ പ്രശംസിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിനുള്ളില് ഒരാള് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചെയ്യുമ്പോൾ നമ്മളത് കാണുന്ന പോലും ഉണ്ടാവില്ല. നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബം റിലേഷൻഷിപ്പിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെന്റ് ആണ് പുറത്ത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന എനർജി. ഏതൊരു അവസ്ഥയിലും അവർക്ക് പൊരുത്തി പോവാൻ വേണ്ടിട്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോ വാഴയിലയില് ചോറ് പൊതിയും. ആദ്യം എന്ത് ചെയ്യാണ്, വാഴയില നന്നായിട്ട് ചൂടിൽ വാട്ടിയിട്ടൊക്കെയാണ്. വാടുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒന്നും വരില്ല. ആ വാഴയില പൊട്ടാതെ നമ്മൾ എപ്പോ കഴിക്കണോ അതുവരെ ഫ്രഷ് ആയിട്ട് ഇരുന്ന് നമുക്ക് നല്ല പോലെ കീറാതെ നിൽക്കും. അതുപോലെയാണ് നമ്മൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയ മക്കള് ഒരിക്കലും ഒരു കേടുപാടും സംഭവിക്കില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനത്തെ മക്കളെ നമുക്ക് സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവിടെ അവർക്ക് പറ്റുന്ന പോലെ വിജയങ്ങൾ നേടാന് ഒരു പര്യാപ്തമാവും. അതുപോലെ തന്നെയാണ് ഇവിടെ അച്ചടക്കമില്ലാത്ത മക്കൾ ഇപ്പൊ പുറത്ത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാല് അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിലും ഉപരിയായി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും അച്ചടക്കം സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. നമ്മളിലൂടെ കുട്ടികൾ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. എല്ലാത്തിനെയും നമുക്ക് വരാനുള്ള സാഹചര്യങ്ങളെ എല്ലാം നല്ലതിനാണ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമാധാനം നൽകിക്കൊണ്ട് നല്ലൊരു ഫാമിലി, നല്ല റിലേഷൻഷിപ്പ്, നല്ല സമൂഹം എല്ലാത്തിനെയും വളർത്തിയെടുക്കാൻ ഡിസിപ്ലിൻ ഉള്ളത് അല്ലെങ്കിൽ അച്ചടക്കം വളരെ അത്യാവശ്യമാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാഡം. നമ്മുടെ കുട്ടികളെ നന്മ നിറഞ്ഞ